റഹ്മത്ത് കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ കടൽക്കൂട്ടാണ് ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫിഷ് കൗണ്ടറിൽ ചെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ലൈവായിട്ട് അപ്പോൾ തന്നെ അവരത് കറി ഉണ്ടാക്കി തരികയാണ്. കറി മാത്രമല്ല, ഫിഷിൻ്റെ ഒരുപാട് വിഭവങ്ങളുണ്ട് ഇവിടെ. 10-20 മിനിറ്റിൻ്റെ കാത്തിരിവിനൊടുവിൽ ഇത് നമ്മളെ ടേബിളിലേക്ക് കടൽക്കൂട്ട് എത്തിയിരിക്കുകയാണ്. കൊണ്ടുവന്ന് വെച്ചപ്പോഴുള്ള ആ ഒരു സ്മെല്ല്, അതിൻ്റെ കൂടെ ഇതാ നല്ല നൂൽ പൊറോട്ടയും ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തലും നൈസ് പത്തിരിയും പുട്ടും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ഫിഷ് ഇതേപോലെ തവ ചെയ്ത് നാളികേരപ്പാലിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം, ഇതും ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. ഫിഷ് തവ മസാല സൂപ്പർ എക്സ്ട്രാ ഓർഡിനറി. ഇതിൻ്റെ ഈ തിക്ക് ഗ്രേവി ഉണ്ടല്ലോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കടൽക്കൂട്ടിൻ്റെ ഈ വിഭവങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ നോൺ വെജ് ഒന്നും ഓർഡർ ചെയ്യരുത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. റഹ്മത്ത് കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ കടൽക്കൂട്ട് കഴിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. ഒതൻറ്റിക് നമ്മളുടെ നാടൻ സ്റ്റൈലിലുള്ള ആ ഒരു ഫിഷ് കറി എങ്ങനെയാണോ അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കടൽക്കൂട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മസാല തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു കടലിലെ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് കല്ലുമ്മക്കായ ഉണ്ട്, ഞണ്ടുണ്ട്, കൂന്തലുണ്ട്, കിങ് ഫിഷ്, ഇതെല്ലാം കൂടി ഈ ചട്ടിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്.